ഇങ്ങനെ ക്ഷീണമാണോ? ഇന്നലെ എവിടെയായിരുന്നു കിട്ടുമോനെ? എടാ ഇന്നലെ എവിടെയായിരുന്നെന്ന്? ഇന്നലെ എവിടെല്ലാം തിരക്കി നടന്നു ഇയാളെ? ഇന്ന് മോനെ എവിടെല്ലാം തിരക്കി നടന്നു അമ്മച്ചി. ഇന്നലെ ഇവന് ഇവിടെ മീനില്ലായിരുന്നു കേട്ടോ. ചിക്കൻ കൊണ്ട് അഡ്ജസ്റ്റ് കണ്ടില്ലയോ? അയ്യോ ഇപ്പൊ ദാ ഓടി വന്നത് എവിടെന്നാ ഓടി വന്ന് കിടക്കുവോ പൊന്നു മോനെ. മോനെ അമ്മച്ചി ഉടക്കെ തിരക്കേടാ നിന്നെ. ഞാൻ അവനെ സന്തോഷിപ്പിക്കുന്നതിന് പണങ്ങി കിടക്കുന്നുണ്ടോ ഒരാള്? ഉണ്ടോ? മൈൻഡ് ചെയ്യുന്നില്ല മോനെ. ചെടി മോനെ അമ്മച്ചിക്ക് പൊന്നോനല്ലോടാ. ഞാൻ അമ്മച്ചിയുടെ പൊന്നോനല്ലോടാ നീ. നൂന്നേ 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 ഊര്. അവനെ ചാടി പിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കെട്ടിയിട്ടിരിക്കുക. അതാ ഇവിടെ വിഷമിച്ച് കിടക്കുന്നത്. ഈ അമ്മ കിട്ടൂനെല്ലാം ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു. എണ്ണ കണ്ട് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അതിന് കിടക്കുന്നുണ്ടല്ലേ. അഴിച്ചു വിടുകയാളെ. ഇയാളിവിടെ നശിപ്പിക്കുമല്ലയോ? ഇവിടെ കയറി ഇറങ്ങിട്ട് അമ്മച്ചിയുടെ പൊന്നോനാടാ നീ കേട്ടാ. ചക്കര പൊന്നോനാ. നേരം വെളുത്ത് ഇതൊക്കെ അല്ലയോ മക്കളെ സന്തോഷം. അവരെ സന്തോഷിപ്പിക്കാൻ ആരുമില്ല. അപ്പം നമ്മൾ ഒന്ന് സന്തോഷിപ്പിക്കണ്ട. അപ്പം നമ്മൾ അവരിലൂടെ സന്തോഷം കണ്ടെത്തുക. നമ്മളെ സന്തോഷിപ്പിക്കാൻ എല്ലാവർക്കും അവരവരുടെ സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തുക അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെയാ. നമ്മൾ സന്തോഷം സ്വയം കണ്ടെത്തുക. അപ്പോൾ എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് മക്കളെ. അപ്പോൾ അത് നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. രാവിലെ ഈ അമ്മ വന്നിരിക്കുമെന്നും ചിന്തിക്കല്ലേ. എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് സന്തോഷം തന്നെയാണ്. എനിക്ക് സന്തോഷം കുറവൊന്നുമില്ല. എങ്കിലും എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് നിങ്ങളെ പരിചരിക്കുകയും അവരെ കാണുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന എനിക്കൊരു പ്രത്യേക സന്തോഷം മക്കളെ. അപ്പോൾ അത് നിങ്ങളിലൂടെ ഒന്ന് എത്തിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കാർക്കും ഒന്നും തോന്നല്ലേ. ഈ തള്ള വരും നേരം നമ്മളൊരു പട്ടിയേയും കുറേ പൂച്ചയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ. നമ്മുടെ ടെഡിമോനെ കണ്ടോ? ടെഡിമോനെ എല്ലാവരും പറഞ്ഞ അമ്മ ആർക്കും കൊടുക്കരുത്. ഈ പറഞ്ഞവരെ ആരും ഇപ്പോൾ കാണുന്നില്ല. കണ്ടില്ലേ? കുസൃതിയും വികൃതിയും ഒക്കെ ആയിട്ട് കണ്ടില്ലേ സുന്ദരനായിട്ട് കിടക്കുന്നത്.